ഇങ്ങനെ ഓർത്തു പോകുകയായിരുന്നു. And the other day I was thinking about a small poem I studied as a kid. ആരെഴുതിയ കവിതയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. I don't remember who wrote that poem. അതിങ്ങനെയാണ്, ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മനുഷ്യന് ഉള്ള കാലം എന്നാണ് കവിത. And the poem basically says that whatever you learn when you are young, will you forget when you're old? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത് ദൈവദാസന്മാർക്ക് ഏറ്റുപറഞ്ഞാണ് ആരംഭിച്ചത്. And usually when I started my ministry, I started off being a translator. അപ്പം ശബ്ദം ഉയർത്തി പറഞ്ഞെങ്കിലേ അന്ന് എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളായിരുന്നു. Only if I raised up my voice could I have ministered. ശബ്ദം ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ പ്രസംഗമായിട്ട് ഞാൻ ചിന്തിക്കാറില്ല. And if the voice was not raised, I don't see that as a ministry, as a preach. അപ്പം ഇപ്പൊ ദൈവം എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. The Lord is teaching me a lot of things. അങ്ങനെ ശബ്ദം ഉയർത്താതെ പ്രസംഗിക്കാനും പഠിക്കണമെന്ന് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക. The Lord is teaching me that don't raise up your voice too much. അപ്പൊ കുഞ്ഞിലെ ഉള്ള ശീലമായി പോയി, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. So please do pray, because I have been accustomed since I was young. എന്റെ ഭാര്യ പറയാറ്, ഒത്തിരി ശബ്ദമൊന്നും എടുക്കണ്ടെന്ന് പറയാറുണ്ട്. My wife usually says don't make so much noise. പക്ഷെ അങ്ങനെ പഠിച്ചു പോയി. But I studied like that as a kid. ദൈവത്തിന്റെ സ്തോത്രം. Praise God. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. From the word of God I was thinking like this the other day. മനുഷ്യരെ പലരും പെർഫെക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. There are people who look at many things that are perfect. എന്നാൽ ലോകത്തിൽ കാണുന്ന ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ല. But anything you look in the world is imperfect. കുഞ്ഞുനമ്പ്യാരാണെന്ന് തോന്നുന്നു, ഒരിക്കൽ ഇങ്ങനെ അദ്ദേഹം ഒരു കവിത ചൊല്ലി. And Nambiar he said a poem like this. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ വേണ്ട. അതിന്റെ അർത്ഥം ലക്ഷണമുള്ളവര് ഒന്നോ രണ്ടോ പേര് ഒരു ലക്ഷത്തിൽ കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ ദൈവത്തിന്റെ വചനം ചിന്തിച്ചപ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. When I looked into the word of God, there were many things that I saw that it was perfect. അതിനെ ആസ്പദമാക്കി ഞാനൊരു ചിന്ത ഇങ്ങനെ എന്റെ ചിന്തയിൽ കടന്നു വന്നിട്ടുണ്ട്. Based on that, there was a small thought that came to me. എന്നാൽ ഒരു ദിവസം കൊണ്ട് ആ പ്രശ്നം അവസാനിപ്പാനായിട്ട് കഴിയത്തില്ല. It is impossible to finish that in one message. 2-3 ദിവസമെങ്കിലും ആ വിഷയം സംസാരിക്കാനായിട്ട് വേണ്ടി വരും. And it takes at least a few days to finish that message. അതുകൊണ്ട് ഇന്ന് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. Today I would not like to get into it. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കാം. Let's quickly go through a thought that is familiar to all of us. എല്ലാവരും പ്രാർത്ഥിക്കണേ. Let's all pray. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 5 verses 1 through 7. അതിന്റെ 11 വരെ വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെ. 1 through verse 11. തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും 2 പടകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ സിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീ എന്ന് പറഞ്ഞു. അതിന് സിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ട് അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവരോടുകൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ പടവുകളെ കരക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവേ, അനുഗ്രഹീതമായ നിന്റെ വാനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ക്രൂസിന്റെ മറവിൽ മടങ്ങിപ്പാനുള്ള കൃപ നീ നൽകണമേ. നിന്റെ ഇനത്തോട് നീ സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം ആണ് ഇവിടെ വായിച്ചത്. ഒരു പക്ഷേ അനേക പ്രാവശ്യം ഈ ഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിരിക്കാം. കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ദൈവനെ സൂക്ഷിപ്പാനായി കടന്നു വന്ന ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. ഈ ദൈവദാസന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിന്റെ കാര്യം മോശയും ദാവീദും പൗലോസും ഒക്കെ വേദപുസ്തകത്തിലുള്ളതുകൊണ്ടാണ്. The reason why all the pastors are escaping is because of great men like Paul and David. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. And because of them in the Bible is why we preach. അവരുടെയൊക്കെ വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രസംഗിക്കാൻ അവസരം ലഭിക്കുന്നത്. It is because they have stories in the Word of God. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എത്ര പ്രസംഗം നിങ്ങൾ കേട്ട വിഷയമായാലും ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മോട് സംസാരിക്കും. But no matter how familiar you are with
the message, the Spirit of God will come കഴിഞ്ഞ to you. രാത്രി ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഇടപെട്ടതുപോലെ അല്ല ഇന്ന് രാവിലെ ഈ വേദഭാഗം എന്നോട് പറയുകയായിരുന്നു. Last night I meditated on these verses. God touched me, but it's different how He touched me today. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം മാത്രം ജീവനുള്ളതാണ്. Why? Because it is a living Word of അത് God. മാത്രമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. And that is what gives us power. അത് മാത്രമാണ് നമുക്ക് രോഗസൗഖ്യം തരുന്നത്. That is what gives us healing. നമുക്കിവിടെ ശിമോൻ പത്രോസിനെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Here we see Simon Peter. അവർ യേശു ഗെനസരേത്ത് തടാകത്തിന് കരയിൽ നിൽക്കുമ്പോൾ അവിടെ രണ്ട് പടക് നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. And Jesus, as He was standing in the lake of Gennesaret, He see two boats. ആ ചരിത്രം നാം വായിക്കുന്ന സമയത്ത് ഒരു ഒഴിഞ്ഞ പടകിൽ ആരംഭിക്കുന്ന ഒരു കഥയാണ് നാം വായിക്കുന്നത്. When you read the story as it begins, you see the boats are empty. എന്നാൽ ആ കഥ അവസാനിക്കുമ്പോൾ ഒരു നിറഞ്ഞ പടകിലാണ് അത് അവസാനിക്കുന്നത്. But as the story ends, you see both these boats are filled with fish. ഈ കഥ ആരംഭിക്കുന്നത് നിരാശയിലാണ്. And the story begins with a sorrow. ആ കഥ അവസാനിപ്പിക്കുന്നത് സന്തോഷത്തിലാണ്. But you see the story ends with great joy. ഈ കഥ ആരംഭിക്കുമ്പോൾ കണക്കുകൂട്ടലൊക്കെ തെറ്റിയാണ് ആരംഭിക്കുന്നത്. And all the calculations were wrong as the story begins. എന്നാൽ കഥ അവസാനിപ്പിക്കുമ്പോൾ തന്റെ കണക്കുകൂട്ടലുകൾക്കൊക്കെ മാറ്റം സംഭവിച്ചായിട്ട് കാണുന്നു. But you see their calculations will change towards the end of the story. ഇതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ Do you know why? ഈ കഥയുടെ മധ്യത്തിൽ ഒരുവൻ കടന്നു വന്നുള്ളതാണ്. There is a person who is in that story. നസ്രയനായ യേശു ആ കഥയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുള്ളതാണ് വ്യത്യാസം. In the middle of the story is Jesus of Nazareth. ഇന്ന് പകൽക്കാലം നീ നിരാശയോടെ ആയിരിക്കാം ദൈവത്തിൽ കടന്നു വരുന്നത്. This morning you're sitting here with distress. ഒഴിഞ്ഞ പടകുമായിട്ടാണ് ദൈവത്തിന്റെ വരനെ നീ ആലയത്തിലായിരിക്കുന്നത്. You probably are sitting here with empty boats. നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ അവസ്ഥയിലായിരിക്കാം നീ This ആയിരിക്കുന്നത്. morning you're here without any calculation. എന്നാൽ അതിനെല്ലാം മാറ്റിമറിക്കുവാൻ കഴിവുള്ള നസ്രയൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. Oh, but there is a Jesus of Nazareth that is here that can turn that away. ഈ ശിമോൻ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവനായിട്ടായിരിക്കുകയാണ്. Simon Peter is in a situation he toiled all night long, he did not get anything. അവന് പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. He gets out of his boat and he's washing his nets. തനിക്കൊരു കുടുംബമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. We know that he has a family. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല അവനുള്ളതാണ്. He has a responsibility to take care of ഈ them. തടാകത്തിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യത്തെ വിറ്റ് വേണം അവന് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുവാനായി. He needs to sell the fish that he caught to take care of his എന്നാൽ family. അന്ന് രാത്രി ഒന്നും തന്നെ ലഭിക്കാനായിട്ടിടയായില്ല. But that night he caught nothing. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. ആ അവസ്ഥയിലാണ് കർത്താവ് ആ പടകുകളെ കാണുന്നത്. So in that situation, Jesus is amongst them. ഈ ശിമോനുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ പല പ്രാവശ്യം സന്ദർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് In കഴിയും. relationship to Simon, we see Jesus seeing him many times. ഞാൻ വേഗത്തിൽ കടന്നുപോയ മതിയായി. യോഹന്നാന്റെ സുവിശേഷം 1:42 വാക്യങ്ങൾ വായിക്കേണ്ട അവിടെ സ്വന്തം സഹോദരനായ അന്ത്രയോസ് ഈ ശിമോനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. And you see that Andrew brings him to Jesus. Hallelujah. ആ യേശുവിനെ കണ്ടപ്പോൾ അവന് പേരിനൊക്കെ മാറ്റം കൊടുത്തു. And when Jesus saw him for the first time, his name was changed. അവന് യേശുവിന്റെ അടുക്കൽ നിന്ന് പോയി. And he left from Jesus. രണ്ടാമതായിട്ട് ശിമോന്റെ ജീവിതത്തിൽ കർത്താവിന് മറ്റൊരു സന്ദർശനം ഉണ്ടാകുന്നുണ്ട്. There was a second time that Jesus appeared before Simon. അത് നാം കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. We see that in the book of Luke. 4-ാം അധ്യായത്തിലെ 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ In chapter 4, verses 38 and 39. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരത്താലായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. You see that Simon's mother-in-law was greatly sick. യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. The moment that Jesus left the synagogue, he went towards him. യേശു അവളെ സൗഖ്യമാക്കുവാനായിട്ടിടയായിത്തീർന്നു. And Jesus healed her. ചിലരൊക്കെ വിചാരിക്കുന്ന പോലെ പത്രോസ് കല്യാണം കഴിക്കാത്തവനായിരുന്നില്ല എന്ന് ദൈവത്തിരുവചനം പറയുന്നുണ്ട്. The word of the Lord says that he was actually married. അവന് ആ പള്ളി കല്യാണം കഴിച്ചതുകൊണ്ടായിരുന്നു അമ്മായിയമ്മ ഉണ്ടായിരുന്നത്. And because he was married, is why he had a mother-in-law. അതുകൊണ്ട് അതിനുശേഷമായി അവർ കർത്താവിനെ സൃഷ്ടിപ്പാനായിരുന്നു വായിക്കുന്നുള്ളൂ. And after that, he followed Christ. We also read that. മൂന്നാമതായി ഈ യേശു അവനെ സന്ദർശിക്കുന്ന ഈ ശിമോനെ സന്ദർശിക്കുന്ന ഈ ഭാഗത്താണ്. And the third time that Jesus appears before Simon is what we just read here. ഇവിടെ അവന്റെ സാമ്പത്തികമായ നിലയിലാണ് കർത്താവിനെ സന്ദർശിക്കുന്നത്. The Lord touches his financial situation. പലരും നമ്മയോട് കർത്താവിനെ പറ്റി പറയും. Many times people tell us about Christ. അന്ത്രയോസ് കർത്താവിനെ പറ്റി ശിമോനോട് പറഞ്ഞതുപോലെ And just like Andrew introduced Simon to Jesus. കർത്താവിനെ പിൻപറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. And you want to follow Jesus എന്നാൽ Christ. അതിന് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകും. But there are many instances where you go away. ഒന്നാമത്തെ സന്ദർശനം കഴിഞ്ഞു. That is the first time. രണ്ടാമത് തന്റെ അമ്മാവിയമ്മ രോഗിയായപ്പോഴാണ് കർത്താവ് അവനെ സന്ദർശിച്ചത്. The second time Jesus visits him is when his mother-in-law was sick.
യാക്കോബ് he cheated his brother. അവന്റെ അമ്മയപ്പന്മാരെ കളിപ്പിച്ചു. And he cheated his parents. ആ ലാബാനെ കളിപ്പിച്ചു. And he cheated Laban. അതെല്ലാം കഴിഞ്ഞിട്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് ഒരു മടങ്ങി വരവുണ്ട്. And after that, he comes back from the house of Laban. അവന് യാബോക്ക് കടവിന്റെ തീരത്തായിരിക്കുമ്പോൾ And he is at the shore of Jabbok. അവൻ ദൈവത്തിന്റെ ദൂതനുമായി മല്ലുപിടിപ്പാനായിട്ടിടയായി. He is wrestling with the angel of God. നേരം വെളുക്കാറായപ്പോൾ തൊടേണ്ട സ്ഥാനത്ത് ദൂതനും തൊടുവാനായിട്ടിടയായി. When dawn breaks, the angel touches him. അപ്പോൾ യാക്കോബ് പറഞ്ഞു കഴിഞ്ഞു, സംബന്ധിച്ച് ഞാൻ യാക്കോബാണ്. That is when Jacob admitted that it was him. അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനിടയായി. He started opening up his life before the angel. ദൈവത്തിന്റെ വൈദ്യനെ നീ എത്ര മിടുക്കനായാലും നിന്നെ തൊടേണ്ട സ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ നിൽക്കേണ്ട സ്ഥാനം നിൽക്കുവാനിടയായി. The child of God, no matter how smart you think you are, when God touches you, you will stand there. Praise the Lord. Hallelujah. ദൈവം നമ്മെ അപ്രകാരം തൊടുവാനായിട്ട് നാം അനുവദിക്കരുത്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വൈദ്യനെ അനുഗ്രഹമായി. Don't wait until God has to touch you, but submit yourself the first time. അന്തസ്സിന് 3 കഴിഞ്ഞിരിക്കുകയാണ്. The third time has been visited. ഇവിടെ ഈ പടകിനെ യേശു ചോദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. And we see that Jesus is asking about this boat. സാധാരണക്കാരനാണെങ്കിൽ നമ്മൾ ആരും കയറുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു പടകാണ് യേശു ചോദിച്ചത്. And Jesus asks about this boat that normal people would not get into. മീൻ പിടിച്ച് നാറുന്നതായ പടകിനെ യേശു ചോദിക്കുകയാണ്. And Jesus is looking at this boat that is sinking with fish. ഈ ശിമോന്റെ പടക് എന്റെ നിന്റെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. And the same boat of Simon shows our lives. നമ്മുടെ ഏത് ജീവിതത്തിന്റെ അവസ്ഥയിലായിരുന്നാലും നമ്മെ കടന്നു വന്ന് സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം We കാണുന്നത്. see a Jesus Christ who loves us despite the situation that we go through in our lives. ദൈവത്തിന്റെ വൈദ്യനെ കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ എന്റെ നിന്റെ ജീവിതം ആവശ്യമാണ്. And if God needs to work in your life, He needs your life. കർത്താവിന് ദൂതന്മാരെ അയച്ചിട്ട് തന്നെ വേറെ ചെയ്യിക്കാമായിരുന്നു. He could have sent angels to do His work for Him. എന്നാൽ കർത്താവ് പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്നിലും നിന്നിൽ കൂടെയാണ്. But when God wants to work, He wants to work in you. അത് ശിമോന്റെ നാറുന്ന പടകാണെങ്കിലും അതിനെ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. Even though it may be the stinking boat of Simon, He still wants to work for പുതിയ you. നിയമത്തിന്റെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ When you read from the chapters of the New Testament, യേശുവിന്റെ സ്നേഹം കടന്നു വരുവാൻ കഴിയാത്തതായി ഒരു ഇടവുമില്ലാത്തതെന്ന് വായിക്കുന്നുണ്ട്. there is no place that God's love, Christ's love cannot enter into. യേശുവിന്റെ സ്നേഹത്തിന് കടന്നു വരുവാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. There was no place that Christ's love did not get into. അടുത്ത കാലത്ത് ഞാൻ മനോരമയിലാണ് തോന്നുന്നു വിവാദപരമായ ഒരു വാർത്ത വായിക്കാനായിട്ടിടയായിട്ട്. The other day in Manorama, I read a news that was contradicting. ഇന്ത്യക്കട ഒരു പുണ്യസ്ഥലത്ത് ഒരു സിനിമാ നടി പോകുവാനായിട്ടിടയായിട്ട്. In a holy place of the Hindus, an actress went there. അതൊരു വലിയ വിവാദമായി തീർന്നിരിക്കുകയാണ്. It became a great controversy. ഞാൻ അപ്പോൾ ചിന്തിച്ചു, And I started thinking, എന്റെ യേശുവാണെങ്കിൽ ഏവരെയും മാടി വിളിക്കുന്നവരാണ്. and if it was my Jesus, He would have loved everyone. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നു. Those who are tired and torn, come unto me, I will give you peace. ഈ നാറുന്ന പടകിനെ യേശു ചോദിക്കുകയാണ്. And the Lord asks for His stinking boat. ഒരു വിസമ്മതവും കൂടാതെ ശിമോൻ പത്രോസ് പടകിനെ കർത്താവിന് കൊടുക്കുവാനായിട്ടിടയായി. And without any hesitation, he brings this to Jesus. ഈ പടകിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. And as soon as he presents this to Jesus, he says one thing. 3-ാം വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത്. Verses 3. അവർ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. He asked it to be moved a little from the shore. ശിമോനുള്ളതായ പടകിൽ അവർ കയറിയിട്ട് ആ കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. And he got into one of the boats belonging to Simon and said, put it aside. ആ കരയിൽ കിടക്കുന്ന സമയത്ത് ഓളങ്ങളും തിരമാലകളൊന്നും അധികമായി യേശുവില്ല. When it is on the shore, there is not too many waves that hit against എന്നാൽ it. കർത്താവ് പടകിൽ കയറിയാൽ എന്നോട് പറയുന്നത് അല്പ ആഴത്തിലേക്ക് നീക്കും. But the moment that Jesus gets into your boat, He will say, move it closer to the waves. 1990 ഞങ്ങൾ ഇന്ത്യ സന്ദർശിച്ച ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. I remember we went to India in 1990. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഇന്ത്യയിൽ പോയ സമയത്ത് We went to India with our kids. നിങ്ങളുടെ
തുടങ്ങുന്നത്. And that is when it starts to shake. ഓളങ്ങളൊക്കെ അതിന്മേൽ കടന്നു വരുന്നു. That's when the waves start to blow against you. കരയ്ക്ക് നിൽക്കുന്നവർ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു കാണും, People who are standing ashore might say like this. നീ വെള്ളത്തിൽ ഇറങ്ങി കാണത്താലാ നീ നിനക്ക് പ്രശ്നമൊക്കെ ഉള്ളത്. And because you went into the water, problems started to keep creeping into your നീ life. സ്നാനപ്പെടാൻ തീരുമാനിച്ചില്ല, അതുകൊണ്ടായ പ്രശ്നമൊക്കെ വന്നത്. Because you took baptism is why problems are there. നീ ഉപവസിക്കാൻ തീരുമാനിച്ചില്ല, പ്രശ്നം അതുകൊണ്ടാണ് വന്നത്. You decided to take fasting, which is why you had problems. നീ ദൈവദാസന്മാരെ വീട്ടിൽ കയറ്റിയില്ലയോ, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. You invited men of God into your house, which is why you have problems. ഒന്നും ആവശ്യമില്ലായിരുന്നു നാട്ടുകാരൊക്കെ പറഞ്ഞാൽ. People might say you did not have to go through this. എന്നാൽ ശിമോൻ അറിയാൻ തന്റെ പടകിൽ ആരാണെന്നുള്ള കാര്യം. But Simon knows who is in his boat. ദൈവത്തിന്റെ മകനെ അവൻ നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നോക്കണം. If he commands you to do something, we ought to do it. Praise the Lord. ഞാൻ മുമ്പോട്ട് വേഗം കടന്നു പോകട്ടെ. Let me go forward again. ആ യേശു അവിടെ ഇരുന്നുകൊണ്ട് ജനത്തോട് സംസാരിച്ചു. Jesus sits there and he speaks to people. ആ നാലാം വാക്യ പ്രകാരമാണ് പറയുന്നത്. Verses 4 we read like this. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്. When he had finished speaking, he said to Simon. ശിമോനെ കഴിഞ്ഞ രാത്രി ഉണ്ടായ അനുഭവം ഒന്നും കർത്താവിനോട് അതുവരെ പറഞ്ഞില്ല. And he did not share what happened to Simon up until then. എന്നാൽ സംസാരിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് സംസാരിക്കുകയാണ്. The moment he finished speaking, he speaks to Simon. നമ്മളൊക്കെ ആണെങ്കിൽ കർത്താവിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് Many times when we give place to Christ in our lives, we think like this. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. Instantly he needs to answer our prayer. കർത്താവ് പടകിൽ കയറിയാൽ ഉടനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് നാം The ആഗ്രഹിക്കുന്നത്. moment Jesus gets into our boat, there needs to be an answer. ഞാനൊരു മർമ്മമായിട്ട് ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത്, Let me give you a great secret this നിന്റെ morning. ജീവിതത്തിൽ കർത്താവ് വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. The moment that God needs to do something in your life, you need to wait for him to finish speaking. സംസാരിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ The moment that he finished speaking, ദൈവത്തിന്റെ മകനെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. there are certain things God needs to speak to you. ദൈവത്തിന് നിന്റെ കുടുംബത്തോട് സംസാരിക്കാനുണ്ട്. God wants to speak to your family. ദൈവത്തിന് നിന്റെ സഭയോട് സംസാരിക്കാനുണ്ട്. God wants to speak to your church. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ The moment he finished speaking, ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് അല്ലയോ ശിമോനെ, താങ്ക് യു വെരി മച്ച്, നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഈ പടം ഒന്ന് അറിയണമെന്ന് പറഞ്ഞു. and he said that, oh, thank you, Simon, next time I come, give me that boat എനിക്ക് again. ഹെൽപ്പ് അതുകൊണ്ട് ഞാൻ നിന്നോട് നന്ദിയുള്ളവരാണ് പറഞ്ഞ് ഞാനിങ്ങ് പോയത്. And I probably would have said that because you gave me this boat, thank you, and I would have been away. ഞാൻ നിന്റെ പടകിൽ കയറിയവനെ നിന്റെ ആവശ്യങ്ങളെല്ലാം നന്നായി But അറിയുന്നവരാണ്. the person who got into your boat knows your need. ദൈവത്തിന്റെ മകനെ നീ എങ്ങനെ ഭാരത്തോടെ ആയിരിക്കുന്ന കാര്യം അറിയുന്നവനാ പടകിൽ കയറി. If you are sitting in sadness, he knows. The one who is in your boat knows that. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിതെന്ന് പറഞ്ഞു. And he tells Simon as soon as he finished speaking, go into the depth and put out your net. ദൈവത്തിന് സ്തോത്രം. Hallelujah. ശിമോൻ പറയാണ്, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്. Simon says, Master, we have toiled all night long. ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അവൻ പറയുവാനായി. We have not catched anything, he says. അതെല്ലാം കർത്താവിനറിയാം, രാത്രി മുഴുവൻ നീ അധ്വാനിച്ചതാണ്. The Lord knows that you toiled all night long. ദൈവത്തിന് വേണ്ടി ജോലിയോട് ബന്ധത്തിൽ നീ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. And you know, in terms of your job, probably you worked so hard. മാസങ്ങളായി പലയിടങ്ങളിൽ കൈയിറങ്ങി നീ ആപ്ലിക്കേഷൻ കൊടുത്തതാണെന്ന് For കർത്താവ്. many months, God knows that you went and gave your application many different places. കഴിഞ്ഞ മാസത്തെ മോർഗേജ് കൊടുക്കാതിരുന്നത് കർത്താവിന് അറിയാവുന്ന The കാര്യമാണ്. Lord also knows that you were not able to pay your mortgage. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ കഴിവില്ലാതിരുന്നെന്ന് അറിയുന്ന കർത്താവാണ്. The Lord knows that you were not able to pay the fees of your child. നിന്റെ ജീവിതമാകുന്ന പടകിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ Oh, when you submit your life, that is the boat in your life. Hallelujah. നിന്റെ ആവശ്യങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. Our God knows what your needs are. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണെന്ന് അറിയുന്നവൻ ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. This morning there is a God, there is a Jesus who knows that you have toiled all night ദൈവത്തിന്റെ long. പേരിലെ കഴിഞ്ഞകാല അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയുവാനുള്ളത് അത് തന്നെയല്ലേ. There are many things that we can say from our experience. നാം വളരെ അധ്വാനിച്ച അനേക രാത്രിയും പകലുകളും ഉണ്ടല്ലോ. There are many nights that we work so hard. നമുക്കായി തന്നെ സ്വന്തമായൊന്നും നേടുവാൻ കഴിയാത്ത നാളുകളെ ഓർക്കുന്നു. When we look back into our lives when we could not attain a thing in our lives. 12 വർഷമായ രക്തസ്രാവമുള്ള ആ സ്ത്രീയെ ആ ഡോക്ടർമാർക്കെല്ലാം കൊടുക്കാവതെല്ലാം കൊടുത്തു. The lady that she gave everything to the doctors without any healing. ഡോക്ടർമാരാൽ വളരെയധികം സഹിച്ച ശേഷമായ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. After suffering so much from these doctors, she comes to Jesus. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന് അവൾ വിചാരിച്ചു. And she thought that if I can just touch the hem of Jesus, she'll be healed. ആരാധനയ്ക്കായി കടന്നു വന്ന ദൈവത്തിന്റെ ബദലേ നിന്റെ അധ്വാനമെല്ലാം അവന് പകൽക്കാലം അറിയുന്നു. If you have come here this morning to worship, God knows your hardship. നിന്റെ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം അറിയുന്നുണ്ട്. God knows the problems you go through in your life. നിന്റെ രോഗത്തിന്റെ അവസ്ഥ അവൻ അറിയുന്നുണ്ട്. The Lord knows your sickness. നിന്റെ കുഞ്ഞിന്റെ Hallelujah. അവസ്ഥ അവൻ അറിയുന്നുണ്ട്. The Lord knows about
ആ പടക് മുങ്ങാറാകുവോളം അവർ നിറയ്ക്കുവാനായിട്ടിടയായി. Boats were filled such that they were about to sink. ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ കാര്യത്തിന് വേണ്ടി ഇടപെട്ട് കഴിയുമ്പോൾ, When the Lord intercedes in your problem, ദൈവം നിന്റെ വിഷയത്തിന് വേണ്ടി മറുപടി തന്നു കഴിയുമ്പോൾ, when the Lord gives an answer to your prayer, നീ ചോദിക്കുന്നതിന് നിരീക്കുന്നതിന് അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നു. and He is able to fill you more than what you ഒരു anticipate. വലിയ മീൻകൂട്ടത്തെ തരുവാൻ കഴിയുന്നവരെയാണെന്ന് വാക്കാൽ നാം We സേവിക്കുന്നു. serve a great God that can give you a multitude of fish. ഇന്നേതൊരു വിഷയമായ ആരാധന കടന്നു വന്നിട്ടുള്ള ദൈവത്തിന്റെ പൈതലേ, It doesn't matter what you came here with. വർഷങ്ങളായി മാസങ്ങളായി നീ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. You might be working so hard for months and for years. വർഷങ്ങളായി മാസങ്ങളായി സമരത്തിന് വേണ്ടി ആഗ്രഹിക്കുക. You're probably looking for that feeling in your body. എന്നാൽ കർത്താവ് ഇന്നൊരു വാക്ക് നിന്നോട് കൽപ്പിപ്പാനായിട്ടുണ്ട്. But this morning God has something to tell you. ദൈവത്തിന്റെ പൈതലേ, പടകിന്റെ വലത്ത് ഭാഗത്തിന്റെ വല ഇറക്കുക. Why don't you cast out your net? ഒരു വേദപണ്ഡിതന് പ്രകാരമാണ് അതിനെ പറ്റി പറഞ്ഞത്. A great scholar says like this. അന്ന് ആ പടകിൽ നിന്ന് പ്രസംഗിക്കുന്ന ആള്, And the person who was in that boat who was preaching, ഇതുവരെ ഹല്ലേലൂയ കടലിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ല. and he has never preached such a sermon. ആ പ്രസംഗത്തിന്റെ ശബ്ദങ്ങൾക്കോരായി അവിടെയുള്ള എല്ലാ വലിയ മീനും അവന്റെ അടുക്കൽ വന്നു. And all the fish there at that time came to hear the message of Christ. ആ മീൻകൂട്ടത്തെ കണ്ടുകൊണ്ടാണ് ശിമോനോട് കർത്താവ് പറഞ്ഞത്. And he saw that fish that was in front of him. That's why he ആ commanded പടകിന്റെ Simon, വലത്ത് ഭാഗത്ത് വല ഇറക്കുവാനായിട്ട്. put down your net, Simon. ദൈവത്തിന്റെ പൈതലേ, നീ കാറ്റും വഴിയും ഒന്നും കാണത്തില്ലെങ്കിലും And even though you do not see the wind and the rain, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുഴികളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന്. and the word of the Lord says that all the holes will be filled with water. നിന്റെ അധ്വാനമെല്ലാം പരാജയമായി എന്ന് തോന്നിയാൽ, And when you think that all your hard work was a disaster, നിന്റെ ജീവിതമാകുന്ന പടകിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, and submit your boat, that is your life, into the hands of ഇന്നലെ Christ. കാലം അതിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവരുടെ കടന്നു വന്നിട്ടുണ്ട്. This morning Christ is here to do miracles. അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയ സ്ഥാനത്ത് And when his situations and his calculations change, അവിടെ ഒടുവിലത്തെ വാക്യങ്ങളുടെ പ്രകാരമാണ് വായിച്ചു കണ്ടത്. and finally we read like this, പിന്നെ അവർ പടകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. and they took the boat ashore, they left everything and went after Jesus. അവന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ സ്ഥാനത്ത്, When all their calculations were changed, അവന്റെ കണക്കുകൂട്ടലുകൾക്ക് വ്യത്യാസം വരുവാനായിട്ടിടയായിട്ടുണ്ട്. and there were changes in the calculations that they ഇതുവരെ had, മത്സ്യത്തെ പിടിച്ചുകൊണ്ട് നടന്നായ ശിമോൻ പത്രോസ് and Simon Peter, who caught fish up until now, അടുത്ത നിമിഷം മുതൽ മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാനിടയായിട്ടുണ്ട്. the next moment he became a fisher of men. നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം അടയ്ക്കാം. Let's close our eyes this morning. ദൈവത്തിന്റെ പൈതലേ, വർഷങ്ങളായി നീ അധ്വാനിക്കുന്ന വിഷയങ്ങൾ, Dear child of God, you've been working so hard for many വർഷങ്ങളായി നീ years. ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. There are many instances in your life that you've prayed അതിന്റെ for. സാമ്പത്തിക It വിഷയമായിരിക്കാം, could be a financial അതിന്റെ issue. രോഗമായിരിക്കാം, It could be a healing. അതിന്റെ മാനസികമായ സമ്മർദ്ദങ്ങളായിരിക്കാം. It could be something that you want in your family. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നതിന്റെ പടകിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. But this morning God wants you to give up your boat. ഒരു ഭാഗികമായ സമർപ്പണമല്ല, ഒരു സമ്പൂർണ്ണമായ സമർപ്പണം കർത്താവിനെ ഏൽപ്പിച്ചു It കൊടുക്കുക. is not just any other thing, but submit completely to ഇന്ന് Him. മുതൽക്കാലം പാടിയതുപോലെ അടിയനിതാ അടിയനിതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. Just like we sang this morning, here I am, Lord, here I am. ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതത്തിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവരുടെ കടന്നു വന്നിട്ടുണ്ട്. You submit your life, God can do miracles in your എന്റെ life. പടകിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ ഒരിക്കലും നിന്റെ വിഷയത്തിന് മറുപടി തരാതെ കടന്നു പോകത്തില്ല. You give up your boat and He will answer you. നിന്റെ ആവശ്യങ്ങളെ അവൻ അറിയുന്നുണ്ട്. He knows your need. നിന്റെ ഭാരങ്ങളെ അവൻ അറിയുന്നുണ്ട്. He knows നിന്റെ വ്യതകളെ അവൻ അറിയുന്നുണ്ട്. He knows your troubles. ദൈവങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവിനെ നാം അനുഗ്രഹിക്കും. Let's submit ourselves to His hands. May God bless us.